ഇന്ന് നമുക്ക് ഒക്ടോബറിന്റെ മന്ത്ലി ജേർണൽ ചെയ്യാം. ഒക്ടോബർ തുടങ്ങിയിട്ട് ഒരാഴ്ചയായെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. കമന്റ്സിലാണെങ്കിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ജേർണലിംഗിന് ഞാൻ സ്റ്റിക്കേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിൻട്രസ്റ്റിന് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ ജേർണലിംഗ്. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് ഇത് ചെയ്യണമെന്നുള്ള ആൾക്കാർ ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഈ ജേർണൽ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഇതുപോലത്തെ ലൈറ്റ് പേപ്പേഴ്സ് ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഈ വെള്ള പശ ഉപയോഗിക്കുന്നതിന് പകരം ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പശ ഒട്ടിച്ച റീജിയൻ മാത്രം ചിലപ്പോൾ ഡാർക്കായി കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഒക്ടോബറിനോ ഓട്ടം എന്നോ സെർച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു 5-6 പിക്സ് പ്രിന്റ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെയോ അല്ലെങ്കിൽ പിക്സ് ചെറുതാക്കി പ്രിന്റ് എടുത്തിട്ട് ഒരു 7 ഒട്ടിച്ചിട്ടോ എങ്ങനെ വേണേ ചെയ്യാം. പിന്നെ ഈ പ്രിന്റ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന പേപ്പേഴ്സ് കളയാൻ എനിക്ക് ശരിക്കും മടിയാണ്. അതുകൊണ്ട് നമുക്കതിൽ ഒക്ടോബർ എന്ന് എഴുതാം. ഈ പേന കൊണ്ട് എഴുതുന്നതിന് മുന്നേ പെൻസിലിട്ട് ആദ്യമേ എഴുതുന്നത് നല്ലതായിരിക്കും. കാലിഗ്രഫി പെൻസ് ഓൾറെഡി ഉള്ള ആൾക്കാർ ഇനി അതിട്ട് എഴുതിയാൽ മതി. ഇല്ലാത്തവർക്ക് ഞാൻ സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഈ കാലിഗ്രഫി പെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ താഴോട്ട് എഴുതുന്നത് ഫോഴ്സ് കൊടുത്തും മേളോട്ട് എഴുതുന്നത് ഫോഴ്സ് ഇല്ലാതെയാണ്. താഴോട്ട് ഞെക്കി പിടിച്ചും ആൽഫബറ്റ് മേളോട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ടുമാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് കാലിഗ്രഫി പെൻസ് ഇല്ലാത്ത ആൾക്കാർ ഒരു ആൽഫബറ്റിന്റെ താഴോട്ട് വരുന്ന ഭാഗം വലുതാക്കി വരയ്ക്കണേ. എന്നിട്ട് അത് സെയിം പെൻ വെച്ച് കളർ ചെയ്താൽ മതി. ഇതിപ്പോ ജേർണലിങ്ങിന് പകരം കാലിഗ്രഫി ക്ലാസ് ആയി പോയല്ലേ. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അസൈൻമെന്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പേജ് ഏകദേശം ആയ സ്ഥിതിക്ക് സെക്കൻഡ് പേജ് ചെയ്യാം. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത പേപ്പറാണ്. പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഡയറി കാണുമല്ലോ, അതിൽ നിന്ന് ഇതുപോലെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് ആയിട്ട് ഒട്ടിക്കാൻ ഇതുപോലെ പ്രിന്റ് എടുത്ത കുഞ്ഞു സംഭവങ്ങൾ വെട്ടിയെടുത്ത് ഒട്ടിച്ചാൽ നമ്മുടെ ജേർണൽ റെഡിയായി. പിന്നെ ഇതുപോലെ വിഷ് ലിസ്റ്റോ ടു ഡു ലിസ്റ്റോ ബക്കറ്റ് ലിസ്റ്റോ എന്ത് വേണേ എഴുതാം. ഈ 2 പേജ് നിങ്ങൾക്ക് എങ്ങനെ കാണിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ജേർണലിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ആൻഡ് ഇന്ന് നമ്മൾ ഷൗട്ട് ഔട്ട് കൊടുക്കുന്ന കമന്റ്സ് ഇവരുടെയൊക്കെയാണ്.